എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്വന്തരൻ വൈദ്യൻ ഇടുക്കിയാണ്. ഇന്ന് നമ്മുടെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന മേഖലയാണ് സൗന്ദര്യമേഖല. മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവിനും വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഫേഷ്യലുകൾ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾക്കുള്ള 2 ടിപ്സുകൾ: 1, മുഖം സൗന്ദര്യപൂർണ്ണമാക്കുവാൻ; 2, മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുക്കളും മാറ്റുവാൻ ഏറ്റവും ശക്തമായ പ്രതിവിധി 10 പൈസ മുടക്കില്ലാതെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. ഇത് ആയുർവേദത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലാണ്. ഈ ഔഷധങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ 10 പൈസ മുടക്കാതെ നിങ്ങളുടെ മുഖസൗന്ദര്യങ്ങൾ വർദ്ധിപ്പിക്കാം. 32 വർഷത്തെ അനുഭവജ്ഞാനമുള്ള ഒരു വൈദ്യനെന്ന നിലയിൽ നിങ്ങൾക്ക് തരുന്ന ഈ 2 ടിപ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. ഇത് പൊതുസമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, നല്ല ഒരു ഔഷധം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് ഫലവത്തായി ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലം കാണുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ദക്ഷിണ തരണം. എൻ്റെ ദക്ഷിണ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഔഷധം ഉപയോഗിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പാടുകളും കറുത്ത പാടുകളും മുഖക്കുരുവെല്ലാം മാറി മുഖം നല്ല സൗന്ദര്യപൂർണ്ണമാകുമ്പോൾ, അതാ നിങ്ങൾക്ക് ഫേഷ്യലിനുള്ള ഒരു ഫേസ് പാക്ക് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ എനിക്ക് തരേണ്ട ദക്ഷിണ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭവനത്തിന് സമീപത്തുള്ള ഏതെങ്കിലും നിർധനരായ ഒരു കുടുംബത്തിന് 10 കിലോ അരിയും അതിനുള്ള പച്ചക്കറി സാമഗ്രികളും വാങ്ങിച്ച് ഇത് എൻ്റെ ഗുരുവിനുള്ള ദക്ഷിണയാണെന്ന് പറയണം. 2, നിങ്ങളുടെ മാലിന്യങ്ങളും നിങ്ങളുടെ വിസർജ്യ വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ഒരു കാരണവശാലും ഈ ഭൂമിയിലേക്ക് വലിച്ചെറിയരുത്. അത് നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നിർധനരായ നിരാലംബരായ ഒരുപാട് സമൂഹങ്ങളെ രോഗികളാക്കുന്നുണ്ട്. അവരുടെ ജീവിതം തന്നെ തകർത്തെറിയുന്നുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ല മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കുള്ള ഈ 2 ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരികയാണ്. 1, മുഖക്കുരുവും മുഖത്തെ കറുത്തപാടുകളും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് മാറുവാൻ കറ്റാർ വാഴപ്പോള നീര് തേൻ ചേർത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 നേരം, വെയിലുള്ളപ്പോൾ ചെയ്യരുത്, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നന്നായിട്ട് കറ്റാർ വാഴപ്പോള നീര് തേൻ ചേർത്ത് മുഖത്ത് തേച്ചു പിടിപ്പിക്കുക. 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരുവിധപ്പെട്ട മുഖക്കുരുവും മുഖത്തെ കറുത്ത പാടുകളും പരിപൂർണമായിട്ട് മാറും. നിങ്ങളുടെ രോഗം മാറുന്നതനുസരിച്ച്, മുഖത്തെ പാടുകളും മുഖക്കുരുക്കളും മാറുന്നതനുസരിച്ച് എത്ര ദിവസം വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. 2, നിങ്ങൾ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന മേഖലയാണ് ഫേഷ്യൽ. മുഖത്ത് സൗന്ദര്യം കൂട്ടുവാൻ നിങ്ങൾ ഓടി നടന്ന് ഉള്ള കോസ്മെറ്റിക് ഐറ്റങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് മുഖം വികൃതമാക്കുന്നുണ്ട്. ഭാരിച്ച ചെലവുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിക്കേണ്ട നിങ്ങളുടെ പണം വിനിയോഗിക്കുന്ന ഈ മേഖലയിൽ നിങ്ങൾക്കുള്ള ഔഷധങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. ഏറ്റവും ശക്തമായ ഔഷധമാണ്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് 15-20 മിനിറ്റ് കൊണ്ടാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞവര അരി അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും. ഞവര നെല്ല് അല്ലെങ്കിൽ ഞവര അരി തവിട് കളയാത്തതായിരിക്കണം. തീരെ നൈസായി പൊടിച്ചെടുക്കുക. ഈ ഞവര അരിയുടെ പൊടിയിലേക്ക് ലേശം രക്തചന്ദനത്തിൻ്റെ പൊടി ഇടുക. 2 കുറുന്തോട്ടിയുടെ വേര് നന്നായി കഴുകി ചതച്ച് 2 ഗ്ലാസ് വെള്ളത്തിൽ അത് തിളപ്പിച്ചെടുക്കുക. 1 ഗ്ലാസ്സാക്കി പറ്റിച്ചെടുക്കുക. ആ കുറുന്തോട്ടി കഷായവും അല്പം ശുദ്ധമായ നല്ല പശുവിൻ പാല്, പാക്കറ്റ് പാലുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, പശുവിൽ നിന്ന് കറന്നെടുത്ത നല്ല പാലും ചേർത്ത്, ഈ കുറുന്തോട്ടി കഷായവും പാലും ചേർത്ത് ഞവരയരി പൊടിച്ച പൊടിയും ലേശം രക്തചന്ദനത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. രക്തചന്ദനത്തിൻ്റെ പൊടി ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുന്ന 1 നുള്ളേ ആകാവുള്ളൂ, 1/2 ടീസ്പൂൺ പോലും ആകരുത്. ഇതെല്ലാം കൂടി നന്നായി അടപ്പത്ത് വെച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക. 15-20 മിനിറ്റ് കഴിയുമ്പോൾ മുഖത്ത് ഉണങ്ങുന്നതിന് മുൻപായിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. മുഖം തുടച്ചു നോക്കൂ. നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യപൂർണ്ണമായി നന്നായി വെളുത്തിരിക്കും. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനോ സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ, കുട്ടികൾക്കെന്നല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വൃദ്ധന്മാർക്കും ആർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ അനുഭവങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ ഫലപ്രദമാണെങ്കിൽ നന്മയുള്ളൊരു മനസ്സുണ്ടാകണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആരോടും പണം മേടിച്ച് ഈ ചികിത്സ നിങ്ങൾ ചെയ്യരുത്. അത് ഫലവത്താക്കുകയില്ല, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുകയുമില്ല. പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പകർന്നു കൊടുക്കണം. നന്ദി, നമസ്കാരം. ഞാൻ ധന്വന്തരൻ വൈദ്യൻ ഇടുക്കിയാണ്.